ഞാൻ പറഞ്ഞതുകൊണ്ട് താൻ കുറിമായിച്ച് കളയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കാര്യത്തില് തനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശനോട് ചോദിച്ച ശേഷം ചെയ്താൽ മതിയായിരുന്നു. എനിക്ക് നീ പറയുന്നതാ വിശ്വാസം. നീ പറയുന്നൊരു കാര്യം ഞാൻ എങ്ങനെ അവഗണിക്കും? നിന്നെ അവഗണിക്കാൻ എനിക്കാവില്ല. വൃന്ദേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? നിനക്ക് ആവശ്യമുള്ളതേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. നീ പുറത്തിറങ്ങല്ലേ? എന്നാ പിന്നെ വേഗം പോയി കൊണ്ടുപോവാ. എനിക്ക് നല്ല വിശപ്പ്. നീ സമാധാനപ്പെട്, ഞാൻ കൊണ്ടുവന്നോളാം. എന്തുപറ്റി? തെന്നി വീണതാ. കാലൊളിക്കാൻ തോന്നുന്നു. താൻ വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം. ഒരു മോഹം അത് നിനക്കായി മാത്രം, ഒരു നോക്കിൽ എൻ ജീവൻ നിലയുന്നു. എൻ മോഹം എൻ ജീവൻ നീ, എൻ ലോകം എൻ സ്നേഹം നീ, നീ മാത്രം എൻ കൂടെ എന്നും എൻ ജീവനിൽ. എൻ മോഹം എൻ ജീവൻ നീ, എൻ ലോകം എൻ സ്നേഹം നീ, നീ മാത്രം എൻ കൂടെ എന്നും എൻ ജീവനിൽ. ഈ കാലാണ് വിളിക്കത്. വേദനിക്കുന്നുണ്ടോ? ചെറുതായിട്ട്. ചെറിയ വേദന ആണെങ്കിൽ പേടിക്കണ്ട, മാറിക്കോളും. നിന്നോർമ്മയിൽ നാളും എൻ ഹൃദയം നിനക്കായി. ഇപ്പൊ വേദന മാറിയോ? നിൻ രൂപം മായുന്നില്ല. എൻ കനവിൽ നീ എന്നും, എൻ നിലവിൽ നീ മാത്രം. എൻ മോഹം എൻ ജീവൻ നീ, എൻ ലോകം എൻ സ്നേഹം നീ, നീ മാത്രം എൻ കൂടെ എന്നും എൻ ജീവൻ. എൻ മോഹം എൻ ജീവൻ നീ, എൻ ലോകം എൻ സ്നേഹം നീ, നീ മാത്രം എൻ കൂടെ എന്നും എൻ ജീവനിൽ. വൃന്ദ, പോടാ ആരവേ, പോ. ആരോ 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 ഇതെവിടെ? ആരോ എവിടെ? അല്ല, ഞാനിതെവിടെയാ? ആരോ വന്നായിരുന്നോ? അവനിവിടെ ഉണ്ടായിരുന്നോ? എന്തു പറ്റി മോളെ? അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒന്ന് തെന്നി വീണു. അയ്യോ മോളെ, കാലിന് കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. മോള് വാ, ഞാൻ വേദനയ്ക്കുള്ള എണ്ണ എടുത്തു തരാം. സാരമില്ല ഓപ്പോളെ, ഇപ്പൊ വേദനയൊന്നുമില്ല. വേദന വരികയാണെങ്കിൽ നമുക്ക് എണ്ണയിടാം. സൂക്ഷിച്ച് നടക്കണേ മോളെ. ആ ആ
അവിടെ വീണ ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അവനാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? അവൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്നോ? അതോ എനിക്ക് തോന്നിയതാണോ? അതോ റിയൽ ആയിട്ട് അവൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്നോ? വീണതിന്റെ ടെൻഷനില് ഇവിടെ വന്നിരുന്നതും അറിഞ്ഞില്ല. എനിക്ക് തോന്നിയതായിരിക്കോ? എൻ മോഹം എൻ ജീവൻ നീ എൻ ലോകം എൻ സ്നേഹം നീ നീ മാത്രം എൻ കൂടെ എന്നും എൻ ജീവനിൽ എൻ മോഹം എൻ ജീവൻ നീ എൻ ലോകം എൻ സ്നേഹം നീ നീ മാത്രം എൻ കൂടെ എന്നും എൻ ജീവൻ. ഗബ്രി, ഇതിപ്പോ ടോട്ടൽ കൺഫ്യൂഷൻ ആണല്ലോ. ആരവെന്ന പ്രതി അംബികയുടെ മകനാണെന്ന് ആ സ്ത്രീ പറയുന്നു. അല്ല, അന്ന് 5 സുന്ദരികളും. അപ്പോ ഈ അംബിക അവരുടെ ഫ്രണ്ടിന്റെ അമ്മയാണെന്ന് അവരെന്തിനാ ആദ്യം പറഞ്ഞത്? പിന്നീട് പറയുന്നു ആള് മാറിപ്പോയെന്ന്. ആരവിന് വേണ്ടിയാണോ 5 സുന്ദരികൾ ശാന്തി ഭവനിൽ അംബികയെ കാണാൻ പോയത്? കൺഫ്യൂഷൻ, മൊത്തം കൺഫ്യൂഷനാ. അവരുടെ ഫ്രണ്ട് ഫീമെയിൽ ആണെന്നുള്ളതില് അവർ ഉറച്ചു നിൽക്കുക. ആ ഫ്രണ്ടിനെ പ്രസന്റ് ചെയ്യാൻ പോലും തയ്യാറാണെന്ന ഭാവത്തിലാ അവര്. അംബിക ഒരു മാനസിക രോഗി ആയതുകൊണ്ട് അവര് പറയുന്നത് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുന്നില്ല. ഗബ്രി, ഐ ഹാവ് എ ബിഗ് ഡൗട്ട്. പറയുമ്പോ നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. പറയ്. ആരവെന്ന പ്രതി ഒരു ഗോസ്റ്റ് ആണോ? നീ എന്താ ചിരിക്കുന്നേ? ആരവൊരു കൊലയാളിയാ, പച്ച മനുഷ്യൻ. അവനെങ്ങനെ ഗോസ്റ്റ് ആവുന്നേ? ആരവിന് ഗോസ്റ്റ് ആയിക്കൂടെ? വാട്ട് യു മീൻ? ഈ മിനിസ്റ്ററുടെ മകന്റെ മർഡർ നടന്നിട്ട് എത്ര മാസങ്ങളായി കാണും? ഇതുവരെയും ആ കൊലയാളി പിടിക്കപ്പെട്ടിട്ടില്ല. അവനെക്കുറിച്ചുള്ള ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടുമില്ല. ആ പ്രതി മർഡറിന് ശേഷം കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലോ? എങ്കിൽ അവനൊരു ഗോസ്റ്റായിട്ട് നടക്കായിരിക്കില്ലേ? അതുകൊണ്ടായിക്കൂടെ പോലീസിന് അവനെ പിടികൂടാൻ കഴിയാത്തത്? ആ ഗോസ്റ്റാണ് നിനക്ക് ഫോൺ ചെയ്യുന്നെങ്കിലോ? എമിലി, ഞാൻ സംശയിക്കുന്നു. അതവളല്ല, അവൻ തന്നെയാ. ആ ഗോസ്റ്റ് അവനായാലും അവളായാലും കണ്ടെത്തിയേ തീരൂ.